കീമിൽ പുതിയ റാങ്ക് ലിസ്റ്റ് പുറത്തുവിട്ടതിനെതിരെ സുപ്രീം കോടതിയിൽ വിദ്യാർത്ഥികൾ ഹർജി നൽകി. പുതുക്കിയ റാങ്ക് പട്ടിക റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് ഹർജി. റാങ്ക് പട്ടിക പുതുക്കിയത് സ്വാഭാവിക നീതിയുടെ നിഷേധമെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു. സുപ്രീം കോടതിയിലെ ഹർജി പ്രവേശന നടപടികളെ ബാധിക്കില്ല എന്ന് മന്ത്രി ആർ ബിന്ദു പറഞ്ഞു. വലിയ ഒരു അനീതി അതിൽ അന്തർലീനമായതായി കണ്ടപ്പോൾ അത് പരിഹരിക്കാനുള്ള ശ്രമമാണ് സർക്കാർ നടത്തിയത്. കോടതി അത് പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് നിർവാഹമില്ല. സിംഗിൾ ബെഞ്ച് വിധി വന്നപ്പോൾ തുടർന്ന് ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ നൽകി. അവിടെയും അത് സിംഗിൾ ബെഞ്ചിന്റെ വിധി ശരിവയ്ക്കുക എന്ന നിലപാടാണ് കോടതി സ്വീകരിച്ചത്. ഇല്ല, സങ്കീർണമാവാനുള്ള സാധ്യതയില്ല. വരുമ്പോൾ നോക്കാം. അതേസമയം സംസ്ഥാന സർക്കാരിന്റെ പിന്തുണ പ്രതീക്ഷിക്കുന്നുവെന്ന് വിദ്യാർത്ഥികളും അധ്യാപകരും പറഞ്ഞു. വിവരങ്ങളുമായി ആർ അച്യുതനാണ് ഡൽഹിയിൽ നിന്ന് ചേരുന്നത്. അച്യുതൻ, ഇനി വിദ്യാർത്ഥികൾക്കുള്ള ഏക വഴി എന്ന് പറയുന്നത് കോടതിയെ സമീപിക്കുക എന്നുള്ളത് മാത്രമാണ്. എന്തായാലും തീരുമാനവുമായി വിദ്യാർത്ഥികൾ മുന്നോട്ട് പോകുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ 1000-ലധികം പേരുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് നിലവിൽ വിദ്യാർത്ഥികൾ ഈ ഹർജിയിൽ പറഞ്ഞിരിക്കുന്നത്? പ്രവിധ, ഈ കീം പരീക്ഷാ ഫലം റദ്ദാക്കിയ ഹൈക്കോടതി വിധിക്കെതിരെയാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ കേരള സിലബസ് വിദ്യാർത്ഥികൾ സമീപിച്ചിരിക്കുന്നത്. അവർ പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത് ഇത് മൗലിക അവകാശങ്ങളുടെ ലംഘനമാണ് ഉണ്ടായിരിക്കുന്നത്. വീണ്ടും ഈ സർക്കാർ സിലബസിലെ വിദ്യാർത്ഥികൾ ഒരു അവഗണന നേരിടുന്നു. കഴിഞ്ഞ കുറെ കാലമായി തന്നെ ഈ അവഗണന സർക്കാർ സിലബസിലെ വിദ്യാർത്ഥികൾ നേരിട്ട് വരികയാണ്. അതിലൊരു മാറ്റം ഉണ്ടായി. പക്ഷേ അത് ഹൈക്കോടതിയുടെ ഇടപെടൽ കാരണം വീണ്ടും ആ ഒരു അവഗണന നേരിടേണ്ട അവസ്ഥയിലേക്കായി. അതായത് നിലവിൽ അതായത് ആദ്യം വന്ന റാങ്ക് ലിസ്റ്റിൽ നിന്നും പുതിയ റാങ്ക് ലിസ്റ്റിലേക്ക് വരുമ്പോൾ നിരവധി പരീക്ഷാർത്ഥികളാണ് പിന്തള്ളപ്പെട്ടത്. അവിടെ റാങ്ക് മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഇതെല്ലാം തന്നെ വീണ്ടും അത്തരമൊരു അവഗണനയാണ് നേരിടേണ്ടി വരുന്നത് എന്നാണ് കാണിച്ചിരിക്കുന്നത്. ക്രമീകരിച്ച റാങ്ക് പട്ടിക റദ്ദാക്കണമെന്നൊരു ആവശ്യമാണ് ഈ ഹർജിയിലൂടെ ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. ഹർജി ഇന്നിപ്പോൾ ഞായറാഴ്ച അവധിയായതിനാൽ നാളെ അത് രജിസ്ട്രാർക്ക് മുൻപിലേക്ക് ഹർജി എത്തുകയും തുടർന്ന് ചൊവ്വാഴ്ചയായിരിക്കും ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ചിന് മുൻപിൽ ഈ ഹർജി മെൻഷൻ ചെയ്യുക എന്നാണ് അഡ്വക്കേറ്റ് ഓൺ റെക്കോർഡ് ഇതുമായി ബന്ധപ്പെട്ട് അറിയിച്ചിരിക്കുന്നത്. മുതിർന്ന അഭിഭാഷകൻ പ്രശാന്ത് ഭൂഷൺ ആയിരിക്കും ഇവർക്ക് ഹർജിക്കാർക്ക് വേണ്ടി വാദിക്കുക. ഇവിടെ CBSEക്ക് കഴിഞ്ഞ കുറെ കാലമായി തന്നെ അവർക്ക് നീതി അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ പ്രയോറിറ്റി നൽകിക്കൊണ്ടാണ് അനർഹമായ രീതിയിലാണ് ഈ റാങ്ക് ലിസ്റ്റിൽ ഇടം നൽകിയത് എന്നടക്കമുള്ള കാര്യങ്ങൾ വിദ്യാർത്ഥികളും മുൻപോട്ട് പറയുന്നുണ്ട്. ഇനിയെങ്കിലും ഒരു മാറ്റം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചു. എന്തായാലും സർക്കാരിന്റെ പിന്തുണ ഇപ്പോഴും വിദ്യാർത്ഥികൾ പ്രതീക്ഷിക്കുകയാണ്. നിയമ പോരാട്ടത്തിന് വിദ്യാർത്ഥികൾ ഒരുങ്ങുമ്പോഴും പരമോന്നത കോടതിയെ സമീപിക്കാൻ സംസ്ഥാന സർക്കാർ നിലവിൽ അത്തരമൊരു തീരുമാനത്തിലേക്ക് കടന്നിട്ടില്ല. അവരത് വേണ്ട എന്നൊരു തീരുമാനത്തിലാണ്. പക്ഷേ വിദ്യാർത്ഥികൾ ആ ഒരു പിന്തുണ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നതുകൂടി ഇതിൽ പ്രധാനമാണ്. അച്യുതൻ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിന്റെ പിന്തുണ പ്രതീക്ഷിക്കുന്നുവെന്നാണ് വിദ്യാർത്ഥികളും അധ്യാപകരും പറഞ്ഞത്. ആ പ്രതികരണത്തിലേക്ക്. കേരള ഹൈക്കോടതിയിൽ നിന്ന് ഇത് അപ്പീൽ പോകുന്നില്ല എന്നാണ് സർക്കാർ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇത് ഞങ്ങൾക്ക് പോകാനുള്ള റൈറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ എന്തായാലും ഫൈറ്റ് ചെയ്യും. ഇപ്പോൾ ഞാൻ ഉൾപ്പെടെ എൻ്റെ കുറേ സുഹൃത്തുക്കളുടെ റാങ്കുകൾ ഒരു 4000, 5000, 10000 വരെ റാങ്കുകൾ താഴെ പോയിട്ടുണ്ട്. നമ്മുടെ ഗോൾഡൻ ഏജാണ് ഇപ്പോൾ കളഞ്ഞത്. അതിൻ്റെ 18-19 വയസ്സാണ് ഇതിനു വേണ്ടി റിപ്പീറ്റ് ചെയ്യാൻ തീരുമാനിച്ചത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെയ്തു. പ്രതീക്ഷ പോലെ സ്കോർ കിട്ടി. +1 +2 നന്നായിട്ട് പെർഫോം ചെയ്തു. എന്നിട്ടും ഞങ്ങളുടെ മാർക്കിൽ നിന്ന് അവർ വെട്ടിപ്പിടിച്ചു. 27 മാർക്ക്. പോരാത്തതിന് CBSE കുട്ടികൾക്ക് അവർക്ക് 20 മാർക്ക് എക്സ്ട്രാ ഇട്ട് കൊടുക്കുകയും ചെയ്തു. ഏകദേശം 45 മാർക്കിൻ്റെ വ്യത്യാസം വരുന്നു. 47 മാർക്കിൻ്റെ വ്യത്യാസം വരുന്നുണ്ട്. മറ്റൊരു വാർത്തയിലേക്ക്.